വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി, പൂന്തോട്ടം, പത്തിരിയാൽ, മലപ്പുറം. വന്യമൃഗശല്യം ഭരണപക്ഷവും പ്രതിപക്ഷവും മൗനം പാലിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററും മുൻ MLA-യുമായ PV അൻവർ. നിലമ്പൂർ നഗരസഭാ പരിധിയിലെ പാത്തിപ്പാറയിൽ കാട്ടാന കൃഷി നശിപ്പിച്ച കർഷകരുടെ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗശല്യം മൂലം കർഷകർ സ്വന്തം വീടുകൾ ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയിലാണ്. ഇതിന് പരിഹാരം കാണേണ്ട സർക്കാർ ഒരു ഇടപെടലും നടത്തുന്നില്ല. വന്യമൃഗങ്ങൾ കൊലപ്പെടുത്തുന്നവരുടെ കുടുംബങ്ങൾക്ക് നൽകാൻ എഴുതിവെച്ചിട്ടുള്ള 10 ലക്ഷം രൂപയുടെ ചെക്കുകൾ മാത്രമാണ് സർക്കാരിന്റെ കൈവശമുള്ളത്. സർക്കാരിനെ കൊണ്ട് വന്യമൃഗശല്യത്തിനെതിരെ നടപടിയെടുപ്പിക്കേണ്ട പ്രതിപക്ഷവും മൗനത്തിലാണ്. നാട്ടിൽ വന്യമൃഗശല്യം വർദ്ധിക്കുമ്പോൾ കാർബൺ ഫണ്ടിനായി വനവിസ്തൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അധികൃതർ. നിലമ്പൂരിൽ മാത്രം 161 കർഷകരുടെ ഭൂമിയാണ് വനം വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നതെന്നും അൻവർ പറഞ്ഞു. ഇതിന്റെ പിന്നിൽ ഒരു വലിയ ലോബി, ഈ പശ്ചിമഘട്ടത്തിന്റെ വനവിസ്തൃതി വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇന്റർനാഷണൽ ലോബി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ലോബിയുടെ ആവശ്യം എന്താ? ഏറ്റവും കൂടുതൽ മഴക്കാടുകളുള്ള പ്രദേശമാണ് ഏഷ്യയിലെ തന്നെ ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ വനവിസ്തൃതി വർദ്ധിക്കണം. വനവിസ്തൃതി വർദ്ധിക്കുമ്പോൾ ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടും. ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടുമ്പം ഈ പറയുന്ന കാർബണിനെ താഴേക്ക് കൊണ്ടുവരാൻ കഴിയും, ചൂട് നിയന്ത്രിക്കാൻ കഴിയും. അത് ലോകത്തിന്റെ ആവശ്യമാണ്. അതിന് ഈ ജനങ്ങൾ ഇറങ്ങിപ്പോകണം. അവിടെ ഓക്സിജൻ പ്രൊഡക്ഷനുള്ള ചെടികളും മരങ്ങളും വെച്ച് നട്ടുപിടിപ്പിക്കണം. അതിന് ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ കാർബൺ ഫണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ആ കാർബൺ ഫണ്ട് ഇവിടെ കർഷകർക്ക് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് പൂർണ്ണമായിട്ടും അടിച്ചു മാറ്റുകയാണ്. അതിൻ്റെ പെർസെൻറ്റേജ് ഈ പറയുന്ന ആളുകൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അവിടെയാണ് വിഷയം. 3000 കോടി കൊണ്ട് കേരളത്തിലെ ജനങ്ങളെയും കാടിനെയും വേർതിരിക്കാൻ കഴിയും. ഇപ്പോൾ ഒന്നും വേണ്ട, തൃശ്ശൂർ ടൗണിൽ, തിരുവനന്തപുരം സിറ്റിയിൽ ഈ പറയുന്ന എല്ലാ മൃഗങ്ങളും ഇല്ലേ? അവിടെ പുലിയുണ്ട്, ചീറ്റുണ്ട്, കടുവയുണ്ട്, ആനുണ്ട്, കാട്ടിപ്പോത്തുണ്ട്, എല്ലാം ഉണ്ടല്ലോ ഈ 2 സൂവിലും ഇല്ലേ? എന്താ പുറത്തേക്ക് വരാത്തത്? അവിടെ ശക്തമായ വേലിയുണ്ട്. ആ വേലിക്കകത്താണ്. അതുപോലെയുള്ള വേലി നിർമ്മാണം നടത്തിയാൽ ഈ മൃഗങ്ങൾ അപ്പുറത്താവും, മനുഷ്യരിപ്പുറത്തും ആവും. ലോകത്ത് മൃഗങ്ങളിലെ എല്ലാ രാജ്യത്തും ഇതാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ത്യയിലും പശ്ചിമഘട്ടത്തിലും ചെയ്യൂല. തൃണമൂൽ ആദ്യം നമ്മൾ ബോധവൽക്കരണമാണ്. അതിനാണ് നമ്മൾ ഈ മലയോര ജാഥ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് ഏത് രീതിയിലാണോ ജനാധിപത്യ രീതിയിൽ ശക്തമായ സമരം നടത്താൻ പറ്റുക, ആ സമരത്തിലേക്ക് നമ്മൾ കടക്കും. തൃണമൂൽ കോൺഗ്രസ് വന്യമൃഗശല്യത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി സമരജാഥ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് മുനിസിപ്പൽ സെക്രട്ടറി ഷാജഹാൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും അൻവറിനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds.